ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ദോശ കേട്ടോ. രാവിലെ നമുക്ക് എളുപ്പത്തിൽ എന്താ ഉണ്ടാക്കാൻ പറ്റുക നോക്കിയതാണ് ഞാൻ. അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ഇത് കറിയൊന്നും വേണ്ട കേട്ടോ, കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഗോതമ്പം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മൈദ കൊണ്ടും വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ. മൈദ ആകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ഉണ്ടാവും. ഗോതമ്പാകുമ്പോൾ ഹെൽത്തിയായൊരു ഫുഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോതമ്പം കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു. ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറിയും വെജിറ്റബിൾസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കണമെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ ചായയിലൊപ്പി കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ അമർത്തിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ തരുകൊണ്ട് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നു കേട്ടോ. കണ്ടേ, കാണാൻ തന്നെ നല്ല രസമല്ലേ, അപ്പോൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ അതിന് ഈ കപ്പിന് 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തുക്കണത്. അളന്നുകാണാൻ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള കൂട്ടാണ് ഞാൻ പറയുന്നത്. 2 കപ്പ് എടുത്തു. അപ്പോൾ നന്നായി ഇളക്കിയൊക്കെ യോജിപ്പിച്ച് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടായ മല്ലിയിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണത്. മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു വിസ്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കേട്ടോ. എല്ലാവരും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കുറച്ച് ഓയിലാണ് ഒഴിച്ചിട്ട്, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചാം, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാം. ഞാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു. നമ്മളിതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഇളക്കുന്നത്. ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഓരോ പൊടിൻ്റെ ഇതിനും അനുസരിച്ചിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ. വെള്ളം ഒഴിക്കേണ്ടത് ചില പൊടി ആട്ടയ്ക്കാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവച്ച ആട്ടയാണെങ്കിൽ അതിനൊക്കെ പാകം ഉണ്ടാവും. ഇത് നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് വാങ്ങി പൊടിച്ചതാണ്. അപ്പോൾ എല്ലാറ്റിനും ഒരേ അളവാവില്ല. അപ്പോൾ നിങ്ങൾ അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട് നിങ്ങൾ ഇളക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്കൊരു കപ്പ് വെള്ളമോടി എടുക്കാം. 2 കപ്പ് എന്തായാലും വേണ്ടി വരും ഇതിന്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കുറച്ച് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കപ്പ് ഒഴിച്ചു, 2ാമത്തെ കപ്പും കൂടി ഒഴിച്ച് നോക്കാം. കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ കട്ടകളൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ എളുപ്പം കട്ടോടി കേട്ടോ. ഇപ്പോൾ കയ്യിലോണ്ട് അടച്ചാലും മതി. ഇതാകുമ്പോൾ നമ്മൾ കട്ടകൾ ഒട്ടും ഉണ്ടാവില്ല. ഒക്കെ നമുക്ക് തിരിച്ച് കണ്ടാൽ പെട്ടെന്നാവും ചെയ്യും കേട്ടോ. നമുക്ക് ഇത് മുഴുവൻ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം അതിൻ്റെ പാകം എങ്ങനെയെന്നില്ലേ. അപ്പോൾ വല്ലാതെ കുറുകാനും പറ്റില്ല, വല്ലാതെ ലൂസാകാനും പറ്റില്ല. അതിൻ്റെ ഒരു ഇടത്തരം. നമ്മൾ ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസാണ് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് നോക്കിയാണ്ട് ഇട്ട് കൊടുത്തോളി. ഇനി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ ഫോൺ വന്നിട്ടോ, അതിൻ്റെ ഒച്ച ഇതിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുട്ടോ. കട്ടയൊക്കെ ഉടച്ച് ഇങ്ങനെ ഇളക്കി. വെള്ളം അധികം ആകാനും പറ്റില്ല, എന്നാൽ കുറച്ച് ലൂസാവും വേണം. നമ്മൾ ദോശമാവിനേക്കാളും കുറച്ച് ലൂസാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറികളും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും സവാളയും തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടി ഞാൻ. അപ്പോൾ നമ്മളിതിൽ മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്, ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, സവാള ചേർക്കുന്നുണ്ട്, പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട്. കുറച്ച് ഓയിലും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ടോ. ഇതിപ്പോൾ അപ്പളക്കപ്പളം ചുട്ടെടുക്കട്ടോ. കുറേ നേരം പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ ചുടൽ തുടങ്ങും കേട്ടോ. എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനേക്ക് പിന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തപ്പോൾ ക്ലിക്കായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി അരിഞ്ഞിട്ടെ. ക്യാമറമ്മ അമർത്തിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ അമർത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇടണേ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ ഗെയ്സ് നമുക്ക് ഇതിക്കേ ക്യാരറ്റ് കുറച്ചും കൂടി അരിഞ്ഞ് ബാക്കി ഉണ്ടാവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിൽ ഞങ്ങൾ കറക്റ്റായിട്ട് കാണുള്ളൂ. ഒരു ക്യാരറ്റും ഒരു തക്കാളിയും ഒരു സവാളയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പകുതി അരിഞ്ഞ് കിട്ടിയിരുന്നു, അപ്പോൾ അത് ക്യാമറയിൽ പെട്ടിട്ടില്ല. പിന്നെ പകുതി അരിഞ്ഞും കൂടി ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് അത് കാണിച്ചു തരാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. തക്കാളിയൊക്കെ ചെറുതാക്കി അരിയണം കേട്ടോ, പൊടി ആയിട്ട് അരിയണം ഒക്കെ. ചുടുമ്പോൾ അങ്ങനെ നല്ലത് കിട്ടാനേ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഇതിൽ കാണുന്നില്ല. അപ്പോൾ പച്ചമുളക്, സവാള, തക്കാളി, ക്യാരറ്റ്, ഓയിൽ, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ. കണ്ടില്ല, ഇതിൻ്റെ അയവ് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ അയവ്. അല്ലാതെ ലൂസാകാനും പറ്റില്ല, പറ്റ കട്ടിയാകാനും പറ്റില്ല. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശൻ്റെ ഒരു തവ വെച്ച് കൊടുത്തിട്ടോ. ചട്ടി നല്ലോണം ചൂടായി, നമുക്ക് ചുട്ടെടുക്കാം. വല്ലാതെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പാകത്തിന് പരത്തിയാൽ മതി. ചെറിയൊരു കട്ടി ഉണ്ടാവും. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് അതിന് മുകളിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. നെയ്യ് തൂവുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ. അങ്ങനെ നെയ്യ് തൂവിയിട്ടൊന്ന് മറിച്ചിട്ടിട്ട് എടുക്കുക. പെട്ടെന്ന് ആവും കേട്ടോ, അടിയിലൊന്നും പിടിക്കില്ല, പെട്ടെന്ന് ചുട്ടാൽ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ നമ്മൾക്ക് കറി വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടായിക്കോളി. കിഴങ്ങൻ കറിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം, മുട്ടക്കറിയോ ഇറച്ചിക്കറിയോ എന്തും പറ്റും. ഇനി കറി ഉണ്ടാക്കേണ്ട ആവശ്യമല്ല. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നല്ല ചൂട് ചായയുടെ കൂടെ പെട്ടെന്ന് നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്. പച്ചക്കറികളൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലേ ഇതിൽ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടതാണ്. നമുക്കെല്ലാതും ചുട്ടെടുക്കാം. ചുടുമ്പോൾ കുറച്ച് സമാധാനത്തോടെ ചുടണം. നമ്മൾ ഫ്ലെയിമൊക്കെ ചെറുതാക്കി പെട്ടെന്ന് തീ കൂട്ടി ചുട്ടാൽ കരിഞ്ഞു പോകാം. ആദ്യം നമ്മൾ ദോശമാവ് ഒഴിച്ചുമ്പോൾ നല്ലോണം ചൂടാക്കുക ചട്ടി. അപ്പോൾ കുറച്ച് ഫ്ലെയിം എല്ലാം കൂട്ടിയിട്ട് ഒഴിച്ച് കഴിഞ്ഞൊക്കെ ചെറുതാക്കണം, ഫ്ലെയിം വളരെ ചെറുതാക്കണം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വലിഞ്ഞിട്ട് പിന്നെ കുറച്ച് നെയ്യ് തൂവിയിട്ട് മറിച്ചിട്ടാൽ പിന്നെ അധികം ഒന്നും വെക്കണ്ട കേട്ടോ. വെറുതെ ഒന്ന് വലിഞ്ഞിട്ടിയാൽ മതി. അവിടെ ഇട്ട് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റുമാണ്, നല്ല കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക്. ആ പച്ചക്കറിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല നെയ്യിൻ്റെയും നല്ലൊരു ഹെൽത്തിയായൊരു ഫുഡാട്ടോ രാവിലെ. അങ്ങനെ ഗോതമ്പ് പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തോലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ. രാവിലെ വേഗം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അരി ഭക്ഷണത്തിനേക്കാളും നല്ല നമുക്ക് ഗോതമ്പ് മാവായിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്ത് ഗോതമ്പ് മാവാണെങ്കിലും നമ്മൾ വല്ലാതെ കഴിക്കാൻ പറ്റില്ല, എല്ലാറ്റിനും ഒരു പരിധി വേണം. അല്ലാതെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു 5-6 അപ്പൊക്കെ തിന്നാൽ പിന്നെ നമ്മൾ അരിപ്പൊടി കൊണ്ട് കഴിച്ചാൽ മതി തന്നെയായി. അപ്പോൾ 1, 2, 3 ഒക്കെ അതൊക്കെ പറ്റുള്ളൂ രാവിലെ. നല്ല നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനീ പിന്നെ 2 ഗ്ലാസ് പൊടി കൊണ്ട് ഒരു 10 അപ്പം ചുട്ടിട്ടുണ്ടാവും കേട്ടോ. 10 ദോശ ചുട്ടിട്ടുണ്ടാവും അല്ലേ. കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്താ വെച്ചാൽ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ ഇതിൽ. ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതിക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിക്ക് എന്താ വെച്ചാൽ നമ്മൾ കറിക്ക് ഇടുന്ന സാധനമൊക്കെ ഇതിക്ക് ഇട്ടുക്കണം. പിന്നെ നല്ലൊരു ടേസ്റ്റാണ്. ക്യാരറ്റ് ഇട്ടുക്കണം, നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടുക്കണം, സവാള ഇട്ടുക്കണം, തക്കാളി ഇട്ടുക്കണം, പച്ചമുളക് ഇട്ടുക്കണം, പിന്നെ നെയ്യുണ്ട്. ഇതൊക്കെ ഉണ്ട് ഇതിലല്ലേ. കാണുമ്പോൾ തന്നെ അറിയില്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റാക്കാരെന്ന്. അങ്ങനെ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ടാക്കൊണ്ടു. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടു. എന്നാൽ ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് വരും. ഞാൻ പലവിധം പാചകക്കുറിപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ടും മൈദപ്പൊടി കൊണ്ടും ദോശയും പല പാചകമാണ് കേട്ടോ. രാഗിപ്പൊടി കൊണ്ടും നല്ല ഹെൽത്തിയായ ഫുഡും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, കണ്ടിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു അല്ലേ. നല്ല ടേസ്റ്റാണ്. ഇന്ന് രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തേനും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ്. എല്ലാവർക്കും ഉപകാരമാവുന്നൊരു വീഡിയോ ആവുമെന്ന് വെച്ചിട്ടാട്ടോ. എന്നാൽ കൂട്ടുകാരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ച്. താങ്ക് യു. ദോശ നല്ല ദോശ, അമ്മ ചുട്ട ദോശ. കുട്ടികൾ പാടില്ല, അങ്ങനത്തെ ദോശയാണ് കേട്ടോ അത്.
മീശക്കാരൻ മാധവന് ദോശ തിന്നാനാശ, കാശിനായി തപ്പി നോക്കി കീശ. പണ്ടത്തെ പാട്ട്, തിളക്കത്തിലെ പാട്ടൊക്കെ മറന്നുപോയി.